നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണിന്റെ മനസ്സറിഞ്ഞ കർഷകർക്ക് ആദരം. ജില്ലയിൽ കർഷക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അഴിമതിക്കെതിരെ പോരാടേണ്ട ശക്തമായ ആയുധമാണ് വിവരാവകാശ പ്രവർത്തനമെന്ന് ADGP ഋഷിരാജ് സിംഗ്. സ്വരാജ് പുരസ്കാര പ്രഖ്യാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. കോൺഗ്രസ് ഭരണം നൽകിയ അവകാശങ്ങൾ BJP സർക്കാർ കവരുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. ആംബുലൻസിനും പിടിവീഴും. രോഗികളില്ലാതെ ചീറിപ്പായുന്ന ആംബുലൻസുകൾ പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. വിവാദമില്ലാത്ത വികസനോന്മുഖ കേരളം. BMSന്റെ പദയാത്രകൾക്ക് സമാപനം. K. ചന്ദ്രശേഖരൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. വറുതിയുടെ കർക്കിടകം കഴിഞ്ഞു. കുട്ടിത്തെയ്യങ്ങൾ പടിയിറങ്ങി. വാർത്തകൾ വിശദമായി. കർഷകരെ ആദരിച്ചും കാർഷിക സെമിനാറുകൾ സംഘടിപ്പിച്ചും കർഷക ദിനം ആചരിച്ചു. ജില്ലയിലെങ്ങും ഇതിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. കർഷക ദിനം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാതൃകാ കർഷകരെ ആദരിക്കലും കർഷക സെമിനാറും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ, കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കാർക്ക് വേണ്ടി ഒരു പദ്ധതിയുമില്ലെന്നല്ല, കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നല്ല, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കർഷക രക്ഷാ പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നല്ല, കർഷകന് സംരക്ഷണം നൽകാനുള്ള ചില പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ കർഷകനാണ്, കൃഷിക്കാരനാണ്, അവനാണ് ഈ നാടിന്റെ രക്ഷകൻ. അവനിലൂടെയാണ് നമ്മൾ എല്ലാവരും നിലനിൽക്കുന്നത് എന്ന ഉയർന്ന ചിന്തയിലേക്ക് വരാൻ. അതുകൊണ്ട് തന്നെ ആ രംഗത്തെ പിടിച്ചു നിർത്താനും ആ രംഗത്ത് ആളുകളെ ആകർഷിക്കാനും ആവശ്യമായൊരു സമീപനം ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. പന്ത്രണ്ട് കർഷകരെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും സെമിനാറും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷയായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ TP ജയദേവ് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K. സജിനിമോൾ പദ്ധതി വിശദീകരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, T. കുഞ്ഞകൃഷ്ണൻ, L. സുലൈഖ, അനിൽ വാഴുന്നോറടി, NA ഖാലിദ്, K. രവീന്ദ്രൻ, HR ശ്രീധരൻ, VV ശോഭ, K. മറിയം എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ശോഭ സ്വാഗതം പറഞ്ഞു. പുല്ലൂർ പെരിയ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് 10 കർഷകരെ ആദരിച്ചു. മാതൃകാ നെൽ കർഷകരായി നാരായണൻ വെളിച്ചപ്പാടൻ, M. മണികണ്ഠൻ മൂത്തനടുക്കം, M. ബാലകൃഷ്ണൻ കല്യോട്ട് എന്നിവരെ തെരഞ്ഞെടുത്തു. K. കുഞ്ഞിരാമൻ MLA കാർഷിക ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P. ഗിരിജ, അസിസ്റ്റന്റ് ഡയറക്ടർ K. സജിനിമോൾ, വിമല കുഞ്ഞിക്കണ്ണൻ, സുനു ഗംഗാധരൻ, കരീം കുണിയ, TV കരിയൻ, പ്രമോദ് പെരിയ, വിനോദ് കുമാർ പള്ളയിൽ വീട്, P. മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അജാനൂർ പഞ്ചായത്ത് കാർഷിക ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. അജാനൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന കാർഷിക ദിനാഘോഷം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷി നമ്മളെല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയും, കൃഷിക്കാരനില്ലെങ്കിൽ, കൃഷിയില്ലെങ്കിൽ നമ്മളില്ല. പഴയ സങ്കല്പത്തിലെ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിലെ കൃഷി എന്ന് പറയുന്നതിന് ഒരുപാട് വിപുലമായ മേഖലകൾ വന്നിരിക്കുന്നു. നാണ്യവിളകൾ ഉൾപ്പെടെയുള്ള വിളകളെല്ലാം കൃഷി ചെയ്യുന്നത് കൃഷിക്കാർ തന്നെയാണ്.
പക്ഷെ നമ്മുടെ സങ്കല്പത്തിലുള്ള കൃഷി ഭക്ഷ്യോൽപാദനം നടത്തുന്ന കൃഷിയെക്കുറിച്ചാണ് സങ്കല്പിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് പി നസീമ ടീച്ചർ മാതൃകാ കർഷകർക്ക് ഉപഹാരം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഗിരിജ, കെ സജിനമോൾ, ജനപ്രതിനിധികളായ ഷീബ ഉമ്മർ, കെ കാർത്യായനി, ടി വി പത്മിനി, എം ലളിത, ലക്ഷ്മി തമ്പാൻ, പി മിനി, അബ്ദുൾ റഹ്മാൻ, അരവിന്ദാക്ഷൻ നായർ, എം പൊക്ലൻ, രവീന്ദ്രൻ മാവുങ്കാൽ, കരുണാകരൻ മുങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂർ സ്റ്റേറ്റ് സീഡ് ഫാമിൽ കാർഷിക ദിനത്തിന്റെ ഭാഗമായി പൂക്കളം തീർക്കലും സമൂഹ സദ്യയും സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫാമിലെ മുതിർന്ന സ്ഥിരം തൊഴിലാളി എം ലക്ഷ്മി ഭദ്രദീപം കൊളുത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടി ജയദേവ്, സീനിയർ കൃഷി ഓഫീസർ ടി വി കരിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫാം ഓഫീസ് ജീവനക്കാരും തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു. സ്വരാജ് വേദി ഏർപ്പെടുത്തുന്ന സ്വരാജ് പുരസ്കാര പ്രഖ്യാപനം ADGP ഋഷിരാജ് സിംഗ് നിർവഹിച്ചു. അഴിമതിക്കെതിരെ പോരാടാനുള്ള ശക്തമായ ആയുധമാണ് വിവരാവകാശ പ്രവർത്തനമെന്ന് ഋഷിരാജ് സിംഗ് പറഞ്ഞു. വിവരാവകാശ നിയമത്തെ നിഷ്പക്ഷത താൽപര്യക്കാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് വിവരാവകാശ പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ഭീഷണികൾ ഉയരുന്നതെന്ന് ADGP ഋഷിരാജ് സിംഗ് പറഞ്ഞു. ഇത് ഒരു വർഷത്തിന്റെ, അതായത് 31 മാർച്ച് മുതൽ അടുത്ത വർഷത്തിന്റെ ഏപ്രിൽ 1 വരെയുള്ള ഒരു 365 ദിവസത്തിൽ ആരാണ് ഏറ്റവും നല്ല കാര്യം ചെയ്തത് RTIയുടെ കീഴിൽ ഇത് തീരുമാനിക്കാൻ വേണ്ടി ജൂൺ 15 വരെ ഒരു തീരുമാനം ഉണ്ടാവും. അതിൽ ആരാണ് ഏറ്റവും നല്ല ജോലി ചെയ്തത് അതിൻ്റെ ഒരു വിശേഷ അംഗങ്ങളായ ഒരു ടീം ഉണ്ടായിരിക്കും. എക്സ്പേർട്ടിന്റെ ഒരു ടീമാവും. അവർ നോക്കുന്നത് ഈ ഫീൽഡിൽ RTIയുടെ ആരാണ് ഏറ്റവും നന്നായിട്ട്. ഗൾഫ് മലയാളിയായ ഫൈസൽ പെരുമ്പളയ്ക്കാണ് സ്വരാജ് പുരസ്കാര തുകയായ 1,00,000 രൂപ നൽകിയത്. തുടർന്ന് ഋഷിരാജ് സിംഗുമായി സംവാദം നടന്നു. റിട്ടയർഡ് IG KV മധുസൂദനൻ മോഡറേറ്ററായി. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് അധ്യക്ഷനായി. CP ശുഭ, P വിനീത്, KV സുധാകരൻ, സണ്ണി പൈങ്കിട, അബ്ദുള്ള ഇടക്കാവ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഭരണം നൽകിയ അവകാശങ്ങൾ BJP സർക്കാർ കവരുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ സ്മൃതിയാത്ര സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. വെള്ളിക്കുത്ത് സ്വാതന്ത്ര്യ സമര സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പതാക കൈമാറി. മാന്തോപ്പ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യമാസകലം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരുപക്ഷെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനനുസരിച്ചുള്ള ഒരു കാലാവസ്ഥ രൂപപ്പെട്ടു വരികയാണോ എന്നുള്ള ഒരു സംശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് ഈ 69ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കപ്പെടുന്നത്. പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ അധ്യക്ഷനായി. P ഗംഗാധരൻ നായർ, ഹക്കീം കുന്നിൽ, PK ഫൈസൽ, K രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രോഗികളില്ലാതെ ചീറിപ്പായുന്ന ആംബുലൻസുകൾ പരിശോധിക്കാൻ നിർദ്ദേശം. ആംബുലൻസിൽ വെച്ച് മദ്യപിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തതോടെയാണ് കർശന നിയമം പുറപ്പെടുവിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടേതാണ് ഈ നിർദ്ദേശം. ആംബുലൻസിൽ വെച്ച് മദ്യപിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ രോഗികളില്ലാതെ സൈറണും ബീക്കൺ ലൈറ്റും ഇട്ടു പോകുന്ന ആംബുലൻസുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ നിർദ്ദേശം നൽകി. ആംബുലൻസിൽ മദ്യക്കടത്തവും മദ്യപാനവും നടത്തുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വാഹന പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയത്. ചില വാഹനങ്ങളിൽ കർണാടകത്തിൽ നിന്ന് മദ്യവും കടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് രോഗികളില്ലാത്ത വാഹനങ്ങൾ പരിശോധിക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചത്. ഓണമെടുത്തതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജമദ്യം കടത്തുന്ന വൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാർ മദ്യം കടത്താൻ ആംബുലൻസിനെ മറയായി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതോടെ വരും ദിനങ്ങളിൽ വാഹന പരിശോധന കർശനമായിരിക്കും. JP സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ K ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുൻമന്ത്രി NK ബാലകൃഷ്ണന്റെ ഫോട്ടോ അനാച്ഛാദനവും നടന്നു.
കാഞ്ഞങ്ങാട് സൗത്തിലെ കെ ചന്ദ്രശേഖരൻ സ്മാരകത്തിൽ നടന്ന ദിനാചരണം CK നാണു MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ സംഘടന, ആ സർക്കാർ ജീവനക്കാരുടെ സംഘടനയ്ക്ക് ഒരു അവരുടെ ഹൈക്കോടതിയിലെ അവരുടെ കാര്യങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്ക് ആ സർവീസ് സംഘടനകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ചന്ദ്രശേഖരൻ ഒരു വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹം വടകരയിലെ കുറെ കൊല്ലങ്ങൾ 19 വർഷത്തോളം വടകരയിൽ MLA ആയി. വടകരയുടെ വിവിധ തരത്തിലുള്ള വികസനപരമായ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോന്നായി വടകര പോളിടെക്നിക് ആയാലും അതിൻ്റെയൊക്കെ ഓരോന്നോരോന്ന് വടകരയെ സംബന്ധിച്ച് പറയാൻ. ഭരണരംഗത്ത് അഴിമതിയുടെ കറപുരളാത്ത നേതാവാണ് ചന്ദ്രശേഖരനെന്ന് CK നാണു അനുസ്മരിച്ചു. HD ജനാർദ്ദന ഹെഗ്ഡെ, PV കൊരൻ കലയറ എന്നിവരുടെ ഫോട്ടോകൾ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M കുഞ്ഞമ്പാടി അധ്യക്ഷനായി. PV തമ്പാൻ, പനങ്കാവ് കൃഷ്ണൻ, ഗിരീഷ് കുന്നത്ത്, പറക്കോട്ട് കൃഷ്ണൻ, CP ശുഭ, KV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവും സൗഹൃദവും പങ്കുവെച്ച് വീണ്ടും ഒരു ഒത്തുചേരൽ. മഹാകവി പി സ്മാരക സ്കൂളിലെ 1982-83 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത്. ഓർമ്മകൾ പങ്കിട്ടും സ്നേഹം പങ്കിട്ടും ഒരു ഒത്തുചേരൽ. മഹാകവി പി സ്മാരക സ്കൂളിലെ 1982-83 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഒത്തുചേരാൻ എത്തിയത്. ഊഷ്മളം 2014 ഹെഡ് മാസ്റ്റർ ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ഒരു കൂട്ടായ്മ കഴിഞ്ഞതിന്റെ 1ാം വാർഷികമായിട്ട് വീണ്ടും പൊതുവേദി സന്ദർഭത്തിൽ ഒരു നിയോഗം പോലെ പ്രത്യക്ഷപ്പെട്ട ആളാണ് ഞാൻ. ഈ കൂട്ടത്തിൽ വരേണ്ട ആളല്ല. പക്ഷെ എന്നോട് ഇതിന്റെ സംഘാടകർ കാണിച്ച പ്രതിബദ്ധതയും സഹകരണവും ആ സ്നേഹവിരുന്ന് ഉണ്ണാനുള്ള ക്ഷണവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ നന്ദിയുള്ളവരാണ്. കാരണം എനിക്ക് ഇങ്ങനെ അവസരം ലഭിച്ചത് വലിയ നന്ദിയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. MV നാരായണൻ, KV ദിനേശൻ, B മൊയ്തു, P സുമതിക്കുട്ടി എന്നിവർ സംസാരിച്ചു. A ദാമോദരൻ സ്വാഗതം പറഞ്ഞു. വിവാദമില്ലാത്ത കേരളം, വികസനോന്മുഖ കേരളം എന്ന സന്ദേശവുമായി BMS സംഘടിപ്പിക്കുന്ന പദയാത്ര മടിക്കയിൽ സമാപിച്ചു. BMS മടിക്കൈ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര മേക്കാട്ട് സ്കൂൾ പരിസരത്ത് BMS ജില്ലാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഭാരതീയ മസൂർ സംഘത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള പദയാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ വിവാദരഹിതമായിട്ടുള്ളൊരു കേരളം, വികസനോന്മുഖമായിട്ടുള്ളൊരു കേരളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. M നാരായണൻ അധ്യക്ഷത വഹിച്ചു. CV തമ്പാൻ, ഭാസ്കരൻ ഏച്ചിക്കാനം, T കൃഷ്ണൻ, മണി തുടങ്ങിയവർ സംസാരിച്ചു. വിവാദമില്ലാത്ത കേരളം, വികസനോന്മുഖ കേരളം എന്ന സന്ദേശവുമായി BMS അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഭാരതീയ മസ്ദൂർ സംഘം അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാൽനട ജാഥ BMS ജില്ലാ വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ വികസനം മുരടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ച് ഇവിടെ നമ്മൾ പറയാത്ത നമ്മുടെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇവിടെ അഴിമതിയുടെ കാര്യം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഥ ലീഡർ KV ബാബു, NM കുഞ്ഞമ്പു, പവിത്രൻ വെള്ളിക്കോത്ത്, രാഘവൻ പള്ളോട്ട്, മോഹനൻ പള്ളോട്ട്, ബാബു വെള്ളിക്കോത്ത് തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വമേകി. ജാഥയ്ക്ക് ഉദയംകുന്ന്, ആനന്ദാശ്രമം, മൂലക്കണ്ടം, മാവുങ്കാൽ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. KPCC ആഹ്വാനപ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്രയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് P ബാബുരാജ് പതാക ഏറ്റുവാങ്ങി. ജാഥയ്ക്ക് K മധു, അഡ്വക്കേറ്റ് P മധുസൂദനൻ, PV സുരേഷ്, DV ബാലകൃഷ്ണൻ, പത്മരാജൻ ഐങ്കോത്ത്, പ്രദീപ് മരക്കാപ്പ്, M സുകുമാരൻ, അഡ്വക്കേറ്റ് ബിജു ഏലിയാസ് എന്നിവർ സംബന്ധിച്ചു.
മാന്തോപ്പ് മൈതാനിയിൽ നടന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് MC ജോസ് ഉദ്ഘാടനം ചെയ്തു. ബാബു കരുവാച്ചേരി, PK കരുണാകരൻ, KP മോഹനൻ തുടങ്ങിയവർ നേതൃത്വമേകി. സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ AIYF പ്രവർത്തകർ ദേശാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. ദേശാഭിമാന സദസ്സിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. AIYFന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ദേശാഭിമാന സദസ്സ് E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ നിയമനിർമ്മാണ സഭകളുടെ സ്ഥിതിയെക്കുറിച്ച് ആശങ്കയുയർത്തുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം രാഷ്ട്രത്തലവൻ നടത്തിയത് നമ്മളെല്ലാവരും കേട്ടു. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്ന സംഭവബഹുലമായ അല്ലെങ്കിൽ ഒരാകല സമാനമായ അവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. AIYF ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. ശ്രീജിത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, KV കൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KS കുര്യാക്കോസ്, M. നാരായണൻ, രഞ്ജിത്ത് മടിക്കൈ, A. ദാമോദരൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. SSF കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. അതിഞ്ഞാലിൽ വെച്ച് നടന്ന പരിപാടി ശ്രദ്ധേയമായി. SSF കാഞ്ഞങ്ങാട് ഡിവിഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവം സമാപിച്ചു. 80 ഇനങ്ങളിലായി 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. അബ്ദുള്ള ഹാജി അധ്യക്ഷനായി. ആലിക്കുട്ടി ഹാജി, അബ്ദുൾ സത്താർ, ആഷിഫ്, മൂസ പടന്നക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സൈബർ കുറ്റങ്ങളെക്കുറിച്ച് യുവാക്കളെ ബോധവാന്മാരാക്കാൻ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന യുവജന കമ്മീഷനും NSS യൂണിറ്റും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലായിരുന്നു പരിപാടി. സൈബർ കുറ്റങ്ങളെക്കുറിച്ച് യുവാക്കളിൽ അവബോധമുണ്ടാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന യുവജന കമ്മീഷനും കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് NSS യൂണിറ്റും സംയുക്തമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച ഗവൺമെന്റ് കോളേജിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സെമിനാറിന്റെ ഉദ്ഘാടനം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് RV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തെ യുവത്വം ചലനാത്മകമാകുമ്പോൾ മാത്രമാണ് ആ സമൂഹം കൂടുതൽ പ്രോജ്വലമാകുന്നത്. ഇന്ത്യയിൽ പക്ഷെ നമുക്ക് ഒരുപാട് ജനാധിപത്യമുണ്ട്, ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പലപ്പോഴും നമുക്ക് അറിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ സൈബർ ലോകത്ത് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ അറിവുകളും വിരൽത്തുമ്പിലാണ്. മുമ്പൊരു പുസ്തകം എടുത്ത് നമ്മൾ അതിൽ നിന്ന് പല കാര്യങ്ങളും എടുത്ത് കോട്ട് ചെയ്ത് മാത്രമേ നമുക്കൊരു പ്രസംഗത്തിന് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ DVSP പറയുകയായിരുന്നു. നമ്മുടെ ഒരു യുവജന കമ്മീഷനെ കുറിച്ച് അദ്ദേഹം വരുന്നതിന് മുമ്പ് നേരെ യുവജന കമ്മീഷന്റെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ സെർച്ച് ചെയ്താൽ ആ വിവരങ്ങൾ കിട്ടും. മുമ്പാണെങ്കിൽ ഇതിന്റെ ആക്ട് എടുക്കണം, നമ്മൾ ആക്ട് എടുത്ത് പരിശോധിച്ചൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ. ഡോക്ടർ മേഴ്സി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സിവിൽ പോലീസ് ഓഫീസർ ശ്രീനാഥ് PR ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മുഖ്യാതിഥികളായ G. നാരായണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ AKM അഷ്റഫ്, അർജുനൻ തായലങ്ങാടി, കാസർഗോഡ് DYSP TP രഞ്ജിത്ത്, പ്രൊഫസർ മുഹമ്മദ് അലി, പ്രൊഫസർ അബ്ദുൽ നാസർ, പ്രൊഫസർ MC താജു, കാർത്തികേയൻ പെരിയ, മനാഫ് നുള്ളിപ്പാടി, ഖാദർ മാന്യ എന്നിവർ പങ്കെടുത്തു. കർക്കിടകം പടിയിറങ്ങി. കുട്ടിത്തെയ്യങ്ങളുടെ ഗ്രാമസഞ്ചാരത്തിനും സമാപനമായി. ഗ്രാമവിശുദ്ധിയുടെ നന്മകളുടെ ഭാഗമായി നിലനിൽക്കുന്ന കുട്ടിത്തെയ്യങ്ങൾ കർക്കിടക മാസത്തിലെ സഞ്ചാരം കഴിഞ്ഞ് പടിയിറങ്ങി. അള്ളട സ്വരൂപത്തിന്റെ അധിപനായ ക്ഷേത്രപാലകനേശ്വരനെ കണ്ട് വണങ്ങിയാണ് തെയ്യങ്ങളുടെ ഗ്രാമസഞ്ചാരം അവസാനിച്ചത്. പഞ്ഞക്കർക്കിടക മാസത്തിലെ ആദിയും വ്യാധിയും അകറ്റാൻ വീടുകളിലെത്തുന്ന കുട്ടിത്തെയ്യങ്ങളെ കെട്ടിയാടുന്നത് വണ്ണാൻ, മലയൻ, കോപ്പാളൻ സമുദായക്കാരാണ്. ആടി എന്ന പാർവതി വേഷമായി വണ്ണാൻ സമുദായക്കാരും വേടൻ എന്ന ശിവവേഷമായി മലയൻ സമുദായക്കാരും അർജുനനായി കോപ്പാളൻ സമുദായക്കാരുടെ ഗളിഞ്ചനും എത്തുന്നു. നീണ്ടു നിൽക്കുന്ന കളിയാട്ടക്കാലത്തിനു ശേഷം വരുന്ന പഞ്ചമാസത്തിലെ ദാരിദ്ര്യമകറ്റാൻ കോലധാരികളുടെ സമുദായങ്ങൾക്കുള്ള ഒരു മാർഗവും കൂടിയാണ് കുട്ടിത്തെയ്യങ്ങളുടെ ഗ്രാമസഞ്ചാരം. കർക്കിടകത്തിലെ തോരാമഴയും കടന്ന് ഗ്രാമസഞ്ചാരം പൂർത്തിയാക്കി ആടിയും വേടനും ഗളിഞ്ചനും ആചാരപ്രകാരം ക്ഷേത്രപാലക സന്നിധിയിലെത്തി സമർപ്പണം നടത്തി. മടിയൻകൂലവും ക്ഷേത്ര പരിസരത്തെ തറവാടുകളിൽ ആടിത്തീർത്ത ശേഷം ക്ഷേത്രപാലകന് മുന്നിൽ സമർപ്പണം നടത്തിയാണ് ഈ വർഷത്തെ കുട്ടിത്തെയ്യങ്ങളുടെ ഗ്രാമസഞ്ചാരം അവസാനിച്ചത്. ക്യാമറമാൻ ജയരാജനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ദിഷ്ട എല്ലുപൊടി ഫാക്ടറിക്കെതിരെ ജനകീയ സമരം ശക്തിപ്പെടുന്നു. നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ നിർദ്ദിഷ്ട എല്ലുപൊടി ഫാക്ടറിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് അരങ്ങൊരുങ്ങുന്നത്. വരും നാളുകളിൽ സമരം ശക്തിപ്പെടുത്തുമെന്ന സൂചന നൽകിക്കൊണ്ട് നടന്ന ജനകീയ കൂട്ടായ്മ പഞ്ചായത്ത് അംഗം AV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊന്ന് വ്യക്തമായിട്ട് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതി നമുക്ക് വേണ്ട.
പക്ഷേ ഇപ്പോൾ ബാലേട്ടൻ സൂചിപ്പിച്ച പോലെ ഈ പഞ്ചായത്തിൽ ചില ഫയലുകൾ വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള നിയമാനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങൾ ഭരണസമിതി എന്നതിൽ ചില അത് ഔദ്യോഗിക സംവിധാനമാണ്. ഈ വളത്തിന്റെ ഫാക്ടറിക്കുള്ള ലൈസൻസോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് ആദ്യം ബോധ്യപ്പെടണം. അപ്പോൾ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ദൂഷ്യവശങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ സംവിധാനം നമ്മുടെ നാട്ടിനകത്ത് വേണ്ട നിലയിലാണ്. അപ്പോൾ നാട്ടിനകത്ത് വേണ്ടാന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. അതിൽ ഇതിന്റെ വേറെ ഇല്ല. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പിൽ വെക്കുന്നത്. സമരത്തിൽ ജനങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. AV നാരായണന്റെ അധ്യക്ഷതയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ, KV വിജയൻ, TP തമ്പാൻ തുടങ്ങിയവരും സംസാരിച്ചു. പൊയ്യക്കര യുവധാര ക്ലബ്ബ്, DYFI യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. SSLC വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. പൊയ്യക്കരയിൽ പുതുക്കിപ്പണിത EMS ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം CPM ലോക്കൽ കമ്മിറ്റി അംഗം PK കണ്ണൻ നിർവഹിച്ചു. ഡോക്ടർ CK നാരായണ പണിക്കർ അധ്യക്ഷനായി. SSLC വിജയികൾക്ക് DYFI ബ്ലോക്ക് സെക്രട്ടറി ശിവജി വെള്ളിക്കൊത്ത് ഉപഹാരം നൽകി. സെക്കൻഡ് അഞ്ജലി അബ്ദുള്ള, K സുലോചന, M ഗംഗാധരൻ, വിപിൻ കാറ്റാടി, ശ്രീഹരി, TV ശ്രീധരൻ, M രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. ഉത്തര മലബാറിലെ തീയ സമുദായത്തിന്റെ പ്രധാന ക്ഷേത്രമായ പാലക്കുന്ന് ഭഗവതി ക്ഷേത്ര കഴകത്തിൽപ്പെട്ട പൂച്ചക്കാട് പ്രാദേശിക സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കാർമ്മികരായ PV കുഞ്ഞിക്കണ്ണനായത്താരും ഗംഗാധരൻ നാലിട്ടുകാരനും വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം കൈമാറി. PV അശോക് കുമാർ, പ്രേമ ശ്രീധരൻ, മിനി ഭാസ്കരൻ, സുകുമാരൻ പൂച്ചക്കാട്, P രാജൻ, കുഞ്ഞിക്കണ്ണൻ, CH രാഘവൻ, ദാമോദരൻ അടുക്കം, MV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. P കുട്ടൻ അധ്യക്ഷനായി. K മോഹനൻ സ്വാഗതം പറഞ്ഞു. വെള്ളിക്കോത്ത് യങ് ക്ലബിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് യങ് മെൻസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് P നാരായണൻകുട്ടി നായർ അധ്യക്ഷനായി. പണ്ഡിറ്റ് നെഹ്റു ഈ സ്വാതന്ത്ര്യത്തിന്റെ 1947 ഓഗസ്റ്റ് 16 അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിക്കൊണ്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ ബ്രിട്ടീഷുകാരുടെ പീരങ്കിക്ക് മുമ്പിൽ വെടിവെട്ടുകൾക്ക് മുമ്പിൽ തിരുമാറി കാണിച്ച് വീരമൃത്യു വരിച്ച് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വലമായ ഇതിഹാസത്തിന്റെ പ്രതീകമായി അവരുടെ ആത്മാവിന്റെ ജിഹ്വ ഉൾക്കൊള്ളുന്ന ഈ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് പണ്ഡിറ്റ് പ്രസംഗിച്ച ആ വാക്കുകൾ വിധിയുമായിട്ടുള്ള ഒരു സന്ധിചേരലാണ്. അഡ്വക്കേറ്റ് TK സുധാകരൻ, ഡോക്ടർ C ബാലൻ, P ബാലകൃഷ്ണൻ, AV വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ ഇന്ത്യ പെർമിറ്റുള്ള ടാക്സികൾക്ക് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ നികുതി വർധന പിൻവലിക്കണമെന്ന് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് E ചന്ദ്രശേഖരൻ MLA മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകി. ഓൾ ഇന്ത്യ പെർമിറ്റുള്ള കേരളത്തിലെ ടൂറിസ്റ്റ് ടാക്സികൾക്ക് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ നികുതി വർധന പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് E ചന്ദ്രശേഖരൻ MLA മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകി. ഉത്തര കേരളത്തിലെ ടാക്സി ഡ്രൈവർമാരാണ് ഈ നടപടി മൂലം കൂടുതൽ ദുരിതത്തിലായത്. കർണാടകയിൽ പ്രവേശിക്കുന്ന ടാക്സികൾക്ക് മുൻപ് ഒരാഴ്ചത്തേക്ക് 600 രൂപയും 30 ദിവസത്തേക്ക് 1100 രൂപയും ആയിരുന്നു നികുതി ഈടാക്കിയിരുന്നത്. ഇപ്പോൾ ഒരു വർഷത്തേക്ക് 14,000 രൂപ അടക്കണമെന്ന നിർദ്ദേശം ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നികുതി അടക്കാനുള്ള സൗകര്യം ഒഴിവാക്കി ബംഗളൂരുവിൽ നികുതി അടക്കണമെന്നത് ഇരുട്ടടിയായി. ഇരു സർക്കാരുകളും ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്നും ചന്ദ്രശേഖരൻ MLA നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മധൂർ വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങാൻ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുക്കുന്നു. ചോർന്നൊലിക്കുന്ന കെട്ടിടം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന നിലയിലാണ്. വില്ലേജ് ഓഫീസർക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധം. മധൂർ വില്ലേജ് ഓഫീസ് എന്നും വിവാദങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം 69ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാരും തന്നെ ദേശീയ പതാക ഉയർത്താത്തത് നടാടെയുള്ള സംഭവമാണ്. വില്ലേജ് ഓഫീസറുടെ ധാർഷ്ട്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യമായി നാട്ടുകാരും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമെന്നോണം CPMന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് ഓഗസ്റ്റ് 18 മാർച്ച് നടത്താനിരിക്കുകയാണ്. വില്ലേജ് ഓഫീസിന്റെ ഒരു കാര്യങ്ങളിലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു
എന്തായാലും ഒരു ഫോം ഫില്ല് കൊണ്ടുവരുന്നെങ്കിൽ അതിന് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നില്ല. അവർ പണത്തിന് വേണ്ടിയിട്ട് കൈക്കൂലി വാങ്ങാനുള്ള ഇത് വേണം. ഇന്ന് നാളെ പറഞ്ഞിട്ട് കുറേ ഇതായി നമ്മൾ പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി. അത് ശരിയല്ല. ഈ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതേവരെയും ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ അതിന് പരിഹാരം കാണാനോ വില്ലേജ് ഓഫീസർ തയ്യാറാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. കെട്ടിടത്തിന് മുകളിൽ നിറയെ കാട് പിടിച്ചു കിടക്കുന്നു. ചപ്പുചവറുകളും കാടുകളും നീക്കിയാൽ തന്നെ ചോർച്ചയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഉദ്യോഗസ്ഥർ മിക്ക ദിവസങ്ങളിലും അവധിയിലാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ഇവിടുത്തെ ഒരു ജീവനക്കാരൻ 3 മാസം അവധിയെടുത്ത് വിദേശത്ത് പോയിരിക്കുകയാണെന്നും ഇയാൾക്കെതിരെ ആരും പ്രതികരിക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടുന്ന ഒരു സർക്കാർ ഓഫീസിന്റെ ഈ അനാസ്ഥക്കെതിരെ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുമെന്ന് പ്രത്യാശിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണിന്റെ മനസ്സറിഞ്ഞ കർഷകർക്ക് ആദരം. ജില്ലയിൽ കർഷക ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അഴിമതിക്കെതിരെ പോരാടേണ്ട ശക്തമായ ആയുധമാണ് വിവരാവകാശ പ്രവർത്തനമെന്ന് ADGP ഋഷിരാജ് സിംഗ്. സ്വരാജ് പുരസ്കാര പ്രഖ്യാപനം കാഞ്ഞങ്ങാട്ട് നടന്നു. കോൺഗ്രസ് ഭരണം നൽകിയ അവകാശങ്ങൾ BJP സർക്കാർ കവരുന്നതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. ആംബുലൻസിനും പിടിവീടും. രോഗികളില്ലാതെ ചീറിപ്പായുന്ന ആംബുലൻസുകൾ പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. വിവാദമില്ലാത്ത വികസനോന്മുഖ കേരളം BMSന്റെ പദയാത്രകൾക്ക് സമാപനം. K. ചന്ദ്രശേഖരൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. വറുതിയുടെ കർക്കിടകം കഴിഞ്ഞു. കുട്ടിത്തെയ്യങ്ങൾ പടിയിറങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.